أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون تنزيل من رب العالمين. صدق الله مولانا العلي العظيم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. ഏറ്റവും ആദരണീയരായ സയ്യിദ് അവർകൾ, ബഹുമാന്യരായ ബഷീർ ഫൈസി ഉസ്താദ്, ബഹുമാന്യരായ ഷാഫി സഖാഫി ഉസ്താദ് തുടങ്ങി ആലിമീങ്ങൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ടവർ, നമ്മുടെ വിഷയം അവതരിപ്പിക്കേണ്ട പ്രിയങ്കരനായ പുഴക്കാട്ടിരി സഖാഫി അവർകൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനിന്ന് ഈ സംവാദത്തിൻ്റെ വിഷയാവതരണം ബഹുമാന്യരായ ബഷീർ ഫൈസി വെണ്ണക്കോട് ഉസ്താദാണ് എന്നറിഞ്ഞപ്പോൾ ആ വിഷയാവതരണം കേൾക്കാൻ ദാഹിച്ച് മോഹിച്ച് വന്ന ഒരു കേൾവിക്കാരനാണ്. പിന്നെ ഒരു മുതലാളിനെ കണ്ടാൽ ഒരു സദക്ക വാങ്ങാം, അങ്ങനെ ഒരു സംഭാവന വാങ്ങാം, ഓരോരുത്തരെ കാണുമ്പോൾ ഓരോരുത്തരതാണല്ലോ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ രണ്ട് വാക്ക് പറയണമെന്ന് പറയുന്ന പറച്ചിൽ മാത്രമേ ഇരുന്നുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ബഷീർ ഫൈസി ഉസ്താദിൻ്റെ അവതരണം ഞങ്ങൾക്കെല്ലാവർക്കും അതൊരു വളരെ പഠിക്കാനുണ്ടാകും. പിന്നീട് അതിൽ ഒരുപാട് നമുക്ക് പഠനം നടത്താനുണ്ടാകും. അള്ളാഹുവെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളാഹ്. വിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തി ഖുർആൻ തന്നെ വെച്ചിരിക്കുന്ന ഒരു പേരാണ് അൽ ഖുർആൻ. ഖുർആനിന് ഖുർആൻ തന്നെ നൽകുന്ന പേരാണ് ഹുദ. ഖുർആനിന് ഖുർആൻ തന്നെ നൽകുന്ന പേരാണ് അൽ ഫുർഖാൻ. ഖുർആനിന് ഖുർആൻ തന്നെ നൽകുന്ന പേരാണ് നൂർ. ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ വിശ്വാസി ഹൃദയങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നത് ഖുർആൻ. സത്യവും അസത്യവും നമ്മുടെ മുമ്പിൽ ഒരു മത്സരമായി നിൽക്കുമ്പോൾ സത്യത്തിൽ സഞ്ചരിപ്പിക്കുന്നത് ഖുർആൻ. ആ സഞ്ചാരത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രകാശം അത് വിശുദ്ധ ഖുർആൻ. അങ്ങനെ ഖുർആനുമായി നമ്മുടെ കണ്ണും കാതും കരളും നാക്കും മൂക്കും കൽബുമെല്ലാം എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നോ അതനുസരിച്ച് ഖുർആനിൻ്റെ ഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിലേറ്റവും ആദ്യത്തേതാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആൻ പാരായണം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുക. അതിലാണ് നമ്മളെല്ലാവരും അതിൻ്റെ പ്രാഥമിക വിഷയം. ഇവിടെ നമ്മുടെ കൊണ്ടോട്ടി ഫത്തഹ് എന്ന പള്ളിക്ക് പേരിട്ടുമ്പോൾ തന്നെ ഒരുപാട് വിഷയത്തിൻ്റെ അൽ ഫത്തഹാണ്. അള്ളാഹു നിലനിർത്തട്ടെ. ബഹുമാന്യരായ ഷാഫി സഖാഫി ഉസ്താദ് അവിടെ അങ്ങ് ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. അത് വളർന്ന് പടർന്ന് പന്തലിച്ച് അതൊരു ഇസ്സത്തായി വർഷങ്ങൾ നിലനിന്ന് ഇപ്പം അതിൻ്റെ ഒരു ഘട്ടം പൂർത്തീകരിക്കാൻ ഭാഗ്യം ലഭിച്ചു. ഇത് ജീവിതത്തിൽ വലിയ ഒരു സൗഭാഗ്യം തന്നെയാണ്. ക്ലാസ് എടുത്ത സഖാഫി ഉസ്താദും പഠിതാക്കളായ എല്ലാവരും ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സൗഭാഗ്യം ഇത് ചെറുതല്ല. അതിനെ നമ്മൾ ഒരു നിഅമത്ത് നമുക്ക് കിട്ടുമ്പോൾ ആ നിഅമത്തിനെ നമ്മൾ അതിൻ്റെ ബഹുമതിയിലും അതിൻ്റെ വലിപ്പത്തിലും കാണണം. പണ്ട് ഹജ്ജ് കഴിഞ്ഞ് വന്ന ഒരാളോട് ചോദിച്ചു, എന്താ ഹജ്ജൊക്കെ മട്ടമെന്ന് ചോദിച്ചു. ഒരു 5 ലക്ഷം അങ്ങനെയാണ് പോയി. അയാളെ സംബന്ധിച്ചിടത്തോളം അതിന് ഒന്നും അയാൾക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, അയാളുടെ ആ പ്രയോഗം, ആ വാക്ക് അതിനെ എത്രമാത്രം നിസ്സാരപ്പെടുത്തുന്നതാണെന്നറിയോ, ചെറുതല്ല. അപ്പം നമുക്കൊരു അനുഗ്രഹം, ഒരു നിഅമത്ത് വളരെ വലുതായി കാണും. വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് വേണ്ടി ദിവസവും രാവിലെ ആഴ്ചയിൽ ഒരിക്കൽ
രാവിലെ സുബഹി നിസ്കരിച്ച് ആളുകൾ ഒഴുകി എത്തി. അത് ഒരു ദിവസം 2 ദിവസമല്ല, അത് വളരെയധികം ആഗ്രഹിച്ച് ദാഹിച്ച് മോഹിച്ച് സ്ഥിരാ അംഗങ്ങൾ, പിന്നീട് അതിന് ചേർന്ന് നിൽക്കുന്ന ആളുകൾ. അൽഹംദുലില്ലാ പല വർഷങ്ങളിലും അതിൻ്റെ വാർഷികങ്ങളൊക്കെ നേരത്തെ നമ്മൾ നടത്തി. ചിലപ്പോഴൊക്കെ ഒരു വാർഷികം കഴിഞ്ഞാൽ തന്നെ ഇതങ്ങ് പുറകോട്ട് പോകും. പലപ്പോഴും ചില സംഗതികളൊക്കെ അങ്ങനെ ഉണ്ടാവില്ല. ഒരു വാർഷികമോ 2 വാർഷികമോ കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഇവിടെ വാർഷികങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അത് അതിനേക്കാൾ ശക്തിപ്പെട്ട് ചിലപ്പോഴൊക്കെ ഷാഫി സക്കാഫിസ് അത് ഇവിടെ ഇല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണങ്ങളൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് ആ ക്ലാസ്സിനൊക്കെ ചിലപ്പോൾ വരുന്ന സമയത്ത് നിറഞ്ഞ സഭ, പഠിതാക്കളുടെ മുഖം, പഠിതാക്കളുടെ കണ്ണ്, പഠിതാക്കളുടെ കാത്, പഠിതാക്കളുടെ ഓരോ ബോഡി ലാംഗ്വേജ് അതിങ്ങനെ കാണുമ്പോൾ അവർക്കതിലുള്ള ദാഹം നമുക്ക് ബോധ്യപ്പെടും. ആ നിലക്ക് നമ്മുടെ കൊണ്ടോട്ടി ഫത്തഹിൽ അത് പൂർത്തീകരിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷം ഒരു ആഹ്ലാദമായി നടത്തുന്നതിൻ്റെ ഭാഗമാണ് 4 ദിവസത്തെ ഈ പ്രോഗ്രാം. നാളെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ചില സംഗതികൾക്ക് അങ്ങനെയുണ്ട്, ഒരു മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു പോകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു സമയത്ത് മറ്റൊരാളെ മുമ്പിൽ വരികയാണെങ്കിലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ ഡ്രസ്സൊക്കെ ധരിച്ച് ഒരുങ്ങി അങ്ങനെ മാത്രമേ പുറത്തു വരുള്ളൂ. എപ്പോഴും ഒരു അതിഥി വരിക, ഒരാളെ മുമ്പിൽ റസൂലുള്ളാഹി കുപ്പായം കഴിച്ചിട്ടിട്ട് ഇങ്ങനെ നിന്ന് അങ്ങനെ കാണൂല. അതേ സമയത്ത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ഒരു വിഷയത്തിന് അഴിച്ചിട്ട് അത് വിജയിച്ച് സന്തോഷത്തോടു കൂടെ ബഹുമാനപ്പെട്ടവർ മദീനയിൽ തിരിച്ചെത്തുന്ന ആ വാർത്തങ്ങ് കിട്ടിയിട്ട് ഇതാ സെയ്ദ് ബിൻ സാബിത്ത് തങ്ങൾ ഇവിടെ എത്തി എന്ന് കേട്ടപ്പോൾ അന്ന് റസൂലുള്ളാഹി റൂം വിട്ടിട്ട് ഒരു പോക്ക് സെയ്ദ് ബിൻ സാബിത്തിനെ കാണാൻ. അന്ന് മാത്രമാണ് നബിതങ്ങൾ വസ്ത്രം കുപ്പായം ഇടാതെ കമീസ് ഇടാതെ പുറത്തിറങ്ങിയത് എന്ന് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം അടുത്തൊരു ദിവസം ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദ് അത് അറബികൾക്കിടയിൽ ഒരു വിഷയത്തിന് വേണ്ടി പറഞ്ഞത് കേട്ടു. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ വല്ലാത്ത ഒരു സന്തോഷമാണ് നാളത്തെ നമ്മുടെ സമാപനം. അള്ളാഹുവേ ഖൈറിൻ്റെ വാതിൽ തുറന്നു തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്ത് ഈ മഹത്തായ സഭയിൽ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേൽക്കാൻ സാധിച്ചതിന് സന്തോഷം രേഖപ്പെടുത്തി ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി ഉസ്താദിൻ്റെ ആ വാഗ്ദാനങ്ങൾക്ക് കാതോർക്കാൻ അള്ളാഹു അദ്ദേഹത്തിനും നമുക്കും ഒരുപാട് കാലം ഇതിനൊക്കെ ഭാഗ്യം നിലനിർത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.